ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവ്യപാദപത്മങ്ങളുടെ നിരന്തര സ്പർശത്താൽ പരമവിശുദ്ധമായ മണ്ണിൽ സ്ഥിതി ചെയ്യുന്ന നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രം ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളുടെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠാപിതമായ ക്ഷേത്രമാണിത്. അനേക ലക്ഷം ജനങ്ങൾക്ക് ജീവിതയാത്രയിൽ തണലായി നിന്ന പരമകാരുണികനായ ഭഗവാൻ ഈ പുണ്യഭൂമിയിൽ എഴുന്നള്ളിയ ദിവ്യമുഹൂർത്തത്തിൽ അവിടത്തേക്ക് തണൽ വിരിക്കുവാൻ നിരവധി തവണ ഭാഗ്യം ലഭിച്ച പുണ്യവൃക്ഷമാണിത്. ഈ വൃക്ഷമുത്തശ്ശിക്ക് മഹാഗുരുവിൻ്റെ അളവില്ലാത്ത കാരുണ്യത്തിൻ്റെ 1000 ചരിത്രകഥകൾ പറയുവാനുണ്ടാകും നമ്മോട്. 1928 ജനുവരി 16 ഈ വൃക്ഷഛായയിൽ വിശ്രമിച്ചിരുന്ന വേളയിൽ ഭക്തവത്സലായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തിരുമുമ്പിൽ വന്നണഞ്ഞ സുഹൃതികളായ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യർക്കും TK കിട്ടൻ റൈറ്റർക്കും അറിവിൻ്റെ തീർത്ഥാടനമായ ശിവഗിരി തീർത്ഥാടനത്തിന് അവിടുന്ന് അനുമതി നൽകി അനുഗ്രഹിച്ചതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഈ സ്മരണം നിലനിർത്തുന്നതിന് വേണ്ടി ശിവഗിരി തീർത്ഥാടനം ആരംഭം കുറിച്ചുകൊണ്ടുള്ള ഡിസംബർ 30 ഭൂമിയിലെ സ്വർഗമായ ശിവഗിരിയിൽ ഉയർത്തുവാനുള്ള ധർമ്മപതാക ഈ തേന്മാവിൻ ചുവട്ടിൽ നിന്നുമാണ് എല്ലാ വർഷവും കൊണ്ടുപോകുന്നത്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്രത്തിൽ തിരുസന്നിധാനം ചെയ്യുന്ന വേളയിൽ അവിടുത്തെ ദിവ്യമായ പാദപത്മങ്ങളിൽ വൈദിക ശ്രേഷ്ഠരായ ഗോപാലൻ തന്ത്രികൾ, കൃഷ്ണൻ ശാന്തികൾ തുടങ്ങിയ സുഹൃതികൾക്ക് കർപ്പൂരാരതി ഒഴിഞ്ഞ് പൂജിക്കുവാനുള്ള ഭാഗ്യവും പരിപാവനമായ ഈ മണ്ണിൽ വച്ച് ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, TK മാധവൻ തുടങ്ങിയ മഹാരഥന്മാർ പങ്കെടുത്ത SNDP യോഗത്തിൻ്റെ പൊതുയോഗത്തിന് ആതിഥ്യമരുളുവാനും ഭാരത സംസ്കൃതിയുടെ ഇതിഹാസത്തിൽ ദൈവത്തിൻ്റെ തൃക്കരങ്ങളാൽ തിരിതെളിയിക്കപ്പെട്ട ആധ്യാത്മിക ചൈതന്യമായ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ആദ്യ 108 ശാഖകൾക്കും കാലഘട്ടത്തെയാകെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തിരുന്ന ഭഗവാന്റെ തൃക്കരങ്ങളിൽ നിന്നും നേരിട്ട് സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയ ദിവ്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാനും ഈ മുത്തശ്ശി തേന്മാവിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്.